കോൺഫിഡൻസ് ഗ്രൂപ്പ് ഉടമ സിജോയ് വളരെ നല്ല ഒരു മനുഷ്യൻ. ഒരു നിമിഷം സ്വന്തം വീട്ടുകാരെയെങ്കിലും ചിന്തിച്ചിരുന്നെങ്കിൽ അദ്ദേഹം മരണപ്പെടുകയില്ലായിരുന്നു അല്ലേ? സ്വയം അദ്ദേഹം മരണത്തിന് കീഴടങ്ങി. അദ്ദേഹം വളരെ കഷ്ടപ്പെട്ട് ആണത്രേ ഈ സാമ്രാജ്യമൊക്കെ കെട്ടി ഉയർത്തിയത്. എന്നിട്ട് ഒരു നിമിഷം കൊണ്ട് അദ്ദേഹം ഇതെല്ലാം വേണ്ടെന്ന് വെച്ചിട്ട് പോയി. ചിന്തിക്കേണ്ട ഒരു കാര്യമല്ലേ? ഇത്രയും പവർഫുള്ളായ ഒരു മനുഷ്യൻ, ഇത്രയും വലിയൊരു സാമ്രാജ്യം കെട്ടി ഉയർത്തിയ ഒരു മനുഷ്യൻ എന്തിൻ്റെ പേരിലായാലും ഒരു നിമിഷം കൊണ്ട് ജീവിതം വേണ്ടെന്ന് വെച്ചെങ്കിൽ എത്രയോ സാഹചര്യങ്ങളെ തരണം ചെയ്ത് ജീവിക്കുന്ന പാവപ്പെട്ടവരായ എത്രയോ മനുഷ്യർ നമുക്കിടയിലില്ലേ? എത്ര ആത്മഹത്യ ചെയ്യണം അവരൊക്കെ? ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. അത് അദ്ദേഹം ചിന്തിച്ചില്ല. അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു. ഈയൊരു വിയോഗം അദ്ദേഹത്തിൻ്റെ കുടുംബം, അവർക്ക് സർവശക്തനായ ദൈവം ശക്തി കൊടുക്കട്ടെ. അല്ലാതെ നമുക്കെന്ത് ചെയ്യാൻ കഴിയും? വളരെ ദുഃഖത്തോടെ മാത്രമേ നമുക്ക് ഈ ഒരു വിയോഗത്തെ കാണുവാൻ കഴിയൂ. കാരണം അത്രയും പവർഫുള്ളായ ഒരു മനുഷ്യനായിരുന്നു എന്നാണ് അദ്ദേഹത്തെക്കുറിച്ച് അറിയാൻ കഴിഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ. എന്തു തന്നെയായാലും അദ്ദേഹം ഒരിക്കലും ആത്മഹത്യ ചെയ്യാൻ പാടില്ലായിരുന്നു. സംഭവിച്ചു പോയി. പക്ഷേ ഇനി എങ്കിലും ഇത് എന്താണ് ഇതിനകത്ത് സംഭവിച്ചത് എന്ന് കണ്ടുപിടിച്ച് ഇതുപോലെയുള്ള വിഷയങ്ങളെ ഒഴിവാക്കുവാൻ ഏത് ഭാഗത്തു നിന്നാണ് ശ്രമമുണ്ടാകേണ്ടത് എന്ന് ചിന്തിച്ച് ആലോചിച്ച് ആ ശ്രമങ്ങൾ ഉണ്ടാകണം. മാനസിക സംഘർഷങ്ങൾ ഒഴിവാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകണം. മാനസികമായ സംഘർഷമാണല്ലോ പെട്ടെന്നൊരു മനുഷ്യൻ ആത്മഹത്യയിലേക്ക് എടുത്ത് ചാടിപ്പോകുന്നത്. അതൊരു പക്ഷേ ഒരുപാട് പണമുള്ളവരായാലും പണമില്ലാത്തവരായാലും അത് ചിന്തിച്ചു പോകുന്നു. അതുകൊണ്ട് ഇതെല്ലാം ഒരുപാട് നിയമങ്ങളെ മാറ്റിമറിക്കേണ്ട സമയമാണ്. ഒരുപാട് നിയമങ്ങൾ, ആവശ്യമില്ലാത്ത ഒരുപാട് നിയമങ്ങൾ മാറേണ്ടതായുണ്ട്. അതെല്ലാം മാറണം. എന്തു തന്നെയായാലും ഇതിന് പുറകിൽ എന്താണ് എന്നുള്ള പരമമായ ഒരു സത്യം വളരെ താമസിക്കാതെ ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിക്കണം. താഴ്മയായി കോടതിയോടും അല്ലെങ്കിൽ അതിന് പ്രാപ്തരായവരോടും അപേക്ഷിക്കുകയാണ്. കാരണം നല്ലൊരു മനുഷ്യനല്ലേ നഷ്ടമായത്?